students, welcome back our economics class. Today we are discussing about a new topic that is macroeconomic identities. കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതിന്റെ മെത്തേഡ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് നോക്കിയത് അല്ലെ. എന്താണ് GDP എന്ന് പറഞ്ഞാല്? GDP is the total money value of all goods and services produced in the domestic territory of a country in a year. അതായത് 1 ഇയറിൽ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും ടോട്ടൽ മണി വാല്യൂ, അതിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാല്? നാഷണൽ ഇൻകം ഇസ് ദ ഇൻകം ഓഫ് ദി പീപ്പിൾ ഓഫ് എ നാഷൻ ഇൻ എ ഇയർ. 1 ഇയറിൽ നമ്മുടെ രാജ്യത്തിനകത്തെ എല്ലാ ജനങ്ങളുടെയും മൊത്തം വരുമാനത്തെയാണ് എന്ത് പറയാ? നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇതില് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, അതായത് വിദേശത്ത് നിന്നുള്ള വരുമാനം കൂടെ ഉൾപ്പെടും. ഓക്കെ, അപ്പോ GDP MP-യിൽ നിന്ന് ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ NIT നെറ്റ് ഇൻഡയറക്ട് ടാക്സും കുറയ്ക്കുകയും അതിന്റെ കൂടെ NFI എന്ന് വെച്ചാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, വിദേശത്ത് നിന്നുള്ള വരുമാനം കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നാഷണൽ ഇൻകം കിട്ടും. അപ്പൊ ജസ്റ്റ് ഇവിടെ നോക്കൂ, NI എന്ന് പറഞ്ഞാല് നാഷണൽ ഇൻകം ഇസ് ഈക്വൽ ടു GDP MP മൈനസ് ഡിപ്രീസിയേഷൻ മൈനസ് NIT പ്ലസ് NFI. ഓക്കെ, GDP MP അല്ലെ നമ്മൾ ഇതുവരെ കണ്ടത്. GDP MP അല്ലെങ്കിൽ GDPFC. എന്താ ഈ GDP MP എന്ന് പറഞ്ഞാല്? മാർക്കറ്റ് പ്രൈസ്, അതായത് വസ്തുക്കളുടെ വിലയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ GDPFC എന്ന് പറഞ്ഞാലോ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതിന്റെ മുകളിൽ വരുന്ന ചെലവാണ് കേട്ടോ, അതിന് വേണ്ടി വരുന്ന ചെലവ്, അതാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ GDP MP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം, അതുപോലെ തന്നെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്യാം, അതിന്റെ കൂടെ എന്താ ആഡ് ചെയ്യുന്നു? NFI ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നാഷണൽ ഇൻകം അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. അപ്പൊ നോക്കൂ, GDP MP മൈനസ് ഡിപ്രീസിയേഷൻ. GDP MP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് NDP MP കിട്ടും. ദെൻ NDP MP മൈനസ് എന്താ മൈനസ് ചെയ്യുന്നത്? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് അല്ലെ, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്യുന്നു. NDP MP-യിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാല് NDP FC കിട്ടും. നെക്സ്റ്റ് NDP FC-യുടെ കൂടെ എന്താ ആഡ് ചെയ്യുന്നു? NFI ആഡ് ചെയ്യുന്നു. NDP FC പ്ലസ് NFI. NDP FC അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, അതിന്റെ കൂടെ എന്താണ് ആഡ് ചെയ്യുന്നത്? NFI എന്ന് പറഞ്ഞാല് വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം. ഓക്കെ, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NNP FC. ഓക്കെ, ഇതാണ് ശരിക്കും എന്ത് പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത് കേട്ടോ. NNP FC ആണ് എന്ത്? നാഷണൽ ഇൻകം. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ നാഷണൽ ഇൻകം എന്താന്ന് കണ്ടു അല്ലെ. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റ് ഐഡന്റിറ്റീസ് ഒക്കെ നോക്കുന്നതിന് മുൻപ് 2-3 പോയിന്റ് നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് വൺ, ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് പ്രോഡക്റ്റ് ആൻഡ് നെറ്റ് പ്രോഡക്റ്റ് ഈസ് ഡിപ്രീസിയേഷൻ. അതായത് ഗ്രോസ് പ്രോഡക്റ്റും നെറ്റ് പ്രോഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. ഓക്കെ, ഗ്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ മൊത്ത ഉൽപ്പന്നം, നെറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അറ്റ ഉൽപ്പന്നം അല്ലെ. അപ്പൊ അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. അതുപോലെ തന്നെ ദി ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഫാക്ടർ കോസ്റ്റ് ഈസ് NIT. മാർക്കറ്റ് പ്രൈസും അതുപോലെ ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? NIT, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആണ്. എന്താണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാല്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി, അതാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ,
അതായത് പരോക്ഷ നികുതിയിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക, അറ്റ പരോക്ഷ നികുതികൾ അല്ലെങ്കിൽ NIT കിട്ടുന്നത്. അപ്പൊ നമുക്കറിയാം മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാല് വസ്തുക്കളുടെ വിലയാണ് അല്ലെ. വസ്തുക്കളുടെ വിലയിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടായിരിക്കും, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ MP യിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഫാക്ടർ കോസ്റ്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആൻഡ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് NFI. അതായത് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും നാഷണൽ പ്രോഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, NFI ആണ്. NFI എന്ന് പറഞ്ഞാല് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, വിദേശത്ത് നിന്ന് കിട്ടുന്ന അറ്റ ഘടക വരുമാനം. ഓക്കെ, ഈ ഒരു 3 പോയിന്റ് നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഗ്രോസ് നെറ്റ് ആവാന് എന്ത് ചെയ്താൽ മതി, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ മതി അല്ലെ. അതുപോലെ തന്നെ MP എന്നുള്ളത് FC ആവണമെങ്കിൽ NIT മൈനസ് ചെയ്താൽ മതി. ദെൻ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നാഷണൽ പ്രോഡക്റ്റ് ആയി മാറണമെങ്കിൽ എന്ത് ചെയ്യണം, NFI ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ഐഡന്റിറ്റീസ് എഴുതാം. നോക്കൂ, GDP MP, then GDP FC, GNP MP, GNP FC. ഓക്കെ, ഇതില് 4 പൊതുവായിട്ടുള്ളത് എന്താണ്, കോമൺ ആയിട്ടുള്ളത് എന്താണ്, GDP MP, GDP FC, GNP MP, GNP FC. ഓക്കെ, ഇതിൽ 4 പൊതുവായിട്ട് വരുന്നത് ഗ്രോസ് ആണ് അല്ലെ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്, അതുപോലെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നെറ്റ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗ്രോസിൽ നിന്ന് നെറ്റ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഡിപ്രീസിയേഷൻ ആണ്. ഓക്കെ, അപ്പൊ GDP MP മൈനസ് ഡിപ്രീസിയേഷൻ എന്ത് കിട്ടും, NDP MP. Okay, the next one, GDP FC minus depreciation, NDP FC. Okay, the next one, GNP MP minus depreciation, NNP MP. Then GNP FC minus depreciation, NNP FC. ഓക്കെ, അപ്പോ ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നെറ്റ് കിട്ടും. ഇനി നമുക്ക് നെറ്റ് ആണ് തന്നിട്ടുള്ളത്, ഗ്രോസ് ആണ് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി, NDP MP പ്ലസ് ഡിപ്രീസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, GDP MP കിട്ടും. നെക്സ്റ്റ് GDP MP NDP MP GNP MP NNP MP. ഓക്കെ, കുറച്ച് ഐഡന്റിറ്റീസ് കൊടുത്തിട്ടുണ്ട്. GDP MP, NDP MP, GNP MP, NNP MP അല്ലെ. ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ളത് എന്താണ്, GDP MP NDP MP എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് MP ആണ് അല്ലെ, മാർക്കറ്റ് പ്രൈസ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു, NIT നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് NIT മൈനസ് ചെയ്താല്, ഇപ്പൊ നോക്കൂ GDP MP, അതിൽ നിന്ന് NIT മൈനസ് ചെയ്തു എന്ത് കിട്ടും, GDP FC കിട്ടും. ഓക്കെ, അപ്പൊ GDP MP മൈനസ് NIT എന്ത് കിട്ടും, GDP FC. നെക്സ്റ്റ് വൺ, NDP MP മൈനസ് NIT. NDP MP യിൽ നിന്ന് NIT മൈനസ് ചെയ്ത് കഴിഞ്ഞാല് NDP FC. ഓക്കെ, NDP MP മൈനസ് NIT എന്ത് കിട്ടുന്നു, NDP FC. നെക്സ്റ്റ് വൺ, GNP MP മൈനസ് NIT. GNP MP മൈനസ് NIT എന്ത് കിട്ടും,
GNP, FC. Okay. Then NNP, MP minus NIT. NNP, MP minus NIT. ഇപ്പൊ എന്താ കിട്ടുക? NNP, FC. ഓക്കെ. അപ്പൊ നോക്കൂ ഇവിടെ എന്താ ചെയ്തത്? GDP, MP minus NIT അല്ലെ? അതായത് GDP, MP യിൽ നിന്ന് NIT മൈനസ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? GDP, FC കിട്ടി. ഓക്കെ. അപ്പൊ അതായത് നമ്മൾ ഇവിടെ പഠിച്ചു എന്താണ്? മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് അല്ലെ? അപ്പൊ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? NIT മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫാക്ടർ കോസ്റ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ NIT ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസും കിട്ടും. ഓക്കെ. നെക്സ്റ്റ് GDP, MP, GDP, FC, then NDP, MP, NDP, FC അല്ലെ? ഇതില് ഈ നാലെണ്ണത്തിലും എന്താണ് കോമൺ ആയിട്ടുള്ളത്? നോക്കൂ, ഫസ്റ്റ് വൺ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, ദെൻ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇവിടെ എന്താ കോമൺ ആയിട്ട് വരുന്ന കാര്യം എന്താണ്? ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് അല്ലെ? എല്ലാതും ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഇതിനെ നമുക്ക് നാഷണൽ പ്രോഡക്റ്റ് ആക്കണം. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? GDP, MP പ്ലസ് NFI. GDP, MP യുടെ കൂടെ NFI, അതായത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? GNP, MP. ഓക്കെ. ഇനി നോക്കൂ, GDP, FC പ്ലസ് NFI. ഓക്കെ. അപ്പൊ GNP, FC. The next one NDP, MP plus NFI. അപ്പൊ NDP, MP എന്നുള്ളത് എന്തായിട്ട് മാറും? നേരത്തെ പറഞ്ഞില്ലേ, ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നുള്ളത് നാഷണൽ പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? NFI ആഡ് ചെയ്യാം. അപ്പൊ നോക്കൂ, NDP, MP പ്ലസ് NFI എന്നുള്ളത് ഇവിടെ D എന്നുള്ളിടത്ത് എന്തായിട്ട് മാറും? N അല്ലേ? അപ്പൊ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. നെക്സ്റ്റ് വൺ NDP, FC പ്ലസ് NFI is equal to NNP at factor cost. Okay. So ഇവിടെ എന്താ സംഭവിച്ചത്? ഡൊമസ്റ്റിക് പ്രോഡക്റ്റും നാഷണൽ പ്രോഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? NFI ആണ് കേട്ടോ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അതായത് GDP, MP അതിന്റെ കൂടെ NFI ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? GNP, MP കിട്ടി. ദെൻ GDP, FC പ്ലസ് NFI എന്ത് കിട്ടി? GNP, FC. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് GDP, MP ആണ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? GNP, MP യിൽ നിന്ന് NFI മൈനസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഓപ്പോസിറ്റും ചെയ്യാവുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. 3 പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കുക. എന്തായിരുന്നു? ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഗ്രോസ് പ്രോഡക്റ്റും നെറ്റ് പ്രോഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. ദെൻ മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം NIT, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റും നാഷണൽ പ്രോഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം NFI, അതായത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഓക്കെ. അപ്പൊ ഇതിൽ കുറെ ഫോർമുലയാണ് വരുന്നത്, ഇക്വേഷൻസ് ആണ് വരുന്നത്. ഈ ഒരു 3 പോയിന്റ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത് ഉപയോഗിച്ച് വരുന്ന പ്രോബ്ലംസ് ഏതാന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് GNP ആൻഡ് NDP, അതായത് GNPയും അതുപോലെ തന്നെ NDPയും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട് അല്ലെ? എന്തൊക്കെയാണ്? GDP, MP എത്രയാണ് തന്നിട്ടുള്ളത്? എമൗണ്ട് 65,665. then depreciation 2,250. അതുപോലെ തന്നെ NFI 750. ഓക്കെ.
ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കാണണം? GNP കാണണം, അതുപോലെ തന്നെ NDP കാണണം. ഫസ്റ്റ് വൺ GNP. GNP കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? GDP MP പ്ലസ് NFI അല്ലെ? GDP MP യുടെ കൂടെ NFI, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GNP കിട്ടും. അപ്പോ GDP MP എത്ര തന്നുള്ളത്? 65,665 പ്ലസ് NFI എത്രയാണ്? 750. ഓക്കെ, അപ്പൊ എത്രയാണ് ആൻസർ വരിക? 66,415. ഓക്കെ, നമുക്ക് GNP കിട്ടി. നെക്സ്റ്റ് NDP ആണ് കാണേണ്ടത്. NDP is equal to, NDP കാണുന്നത് എങ്ങനെയാണ്? GDP MP minus depreciation. ഓക്കെ, GDP MP minus depreciation. GDP MP എത്രയാ? 65,665 minus depreciation തന്നിട്ടുണ്ട് 2,250. ഓക്കെ, അപ്പൊ എത്രയാണ് ആൻസർ വരിക? 63,415. ഓക്കെ, ഈ ഡാറ്റയിൽ നിന്ന് നമ്മൾ GNP കണ്ടു, NDP കണ്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് ഐഡന്റിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് കുറെ ഫോർമുലകളാണ്, അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.